ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. 21-ാം തീയതി വെള്ളിയാഴ്ച അടിമാലി 20 ഏക്കറിൽ മന്ത്രി എം മണി ഒരു പ്രസംഗം നടത്തി. സ്ഥിരം ശൈലിയിൽ ഒരു പ്രസംഗം. പിറ്റേന്ന് ശനിയാഴ്ച മാധ്യമങ്ങൾക്ക് വാർത്തയും ഹെഡ്ലൈനും ഒക്കെയായത് മണിയുടെ സബ് കളക്ടർക്കെതിരായ പരാമർശമാണ്. പ്രസംഗം നടന്ന് 2 ദിവസങ്ങൾക്കിപ്പുറം ഞായറാഴ്ച മണിയുടെ പ്രസംഗം വീണ്ടും വാർത്തയിലേക്ക്. ചില മാധ്യമങ്ങളിൽ ഒരേ സമയത്ത് ആ വാക്കുകൾ വാർത്തയാകുന്നു. 2 ദിവസങ്ങൾക്കിപ്പുറം മാത്രം കണ്ടുപിടിച്ച പരാമർശമാണ് പൊമ്പളയൊരുമൈ വിവാദമാകുന്നത്. ഏതാണ്ട് 36 മണിക്കൂർ ആരും കാണാതെ കേൾക്കാതെയിരുന്ന ആ വാചകം എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്താൻ മണി പറഞ്ഞത് മുഴുവൻ ഒന്ന് കേട്ടാൽ മതി. മുറിച്ചു മാറ്റിയത് ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. മുറിച്ചു മാറ്റിയത് വളച്ചൊടിച്ചത് എന്തിനായിരുന്നു? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുക. എം മണിയുടെ പ്രസംഗം വളച്ചൊടിക്കപ്പെട്ടത് തന്നെ. പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം പീപ്പിൾ പുറത്തുവിട്ടു. പൊമ്പളയൊരുമയ്ക്കെതിരെ പ്രസംഗത്തിൽ പരാമർശമില്ല. മണി വിമർശിച്ചത് ചില ചാനൽ പ്രവർത്തകരെ. വിവിധ സമരവേളകളിൽ ചാനൽ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചാണ് മണി പ്രസംഗത്തിൽ പരാമർശിച്ചത്. ഇവന്മാർ ഈ ചാനലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്. അവിടെ ഇവന്റെ കൂടെയോ കർക്കടയുടെ കൂടെയാ വൈകുന്നേരം പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കയ്യിൽ കണക്കിനായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച, പഴയ നമ്മുടെ പൂച്ച, ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പളെ വീണ്ടും നടന്നു. അന്നും കുടിയും സകല ഒത്തുകളും വന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ മരത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയൊക്കെ. ഒരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു എന്നാ കഴിയോ. ആ എല്ലാവരും കൂടെ കൂടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞവിടെ ചാനലുകാരും കൂടെ കൂടെ പൊതിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. പിന്നെ പിന്നെ ആഹാ പിന്നെ പുള്ളിക്ക് ഘോഷിക്കാൻ പറ്റും. ആഹാ പിന്നെ പലരും കേൾക്കുന്നുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. ഏതായിരുന്നാലും ഒഴിപ്പിക്കൽ അന്യായമായ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നുള്ളത് ഗവൺമെന്റ് നയമാണ്. ഏതെങ്കിലും ഒരു ചുങ്ങൻ ഈ ഗവൺമെന്റിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മാത്രം കാര്യമില്ല, ഗവൺമെന്റ് പൊതുവാര്യമാണ്. മനസ്സിലായില്ലേ? അതിനോടൊക്കെ യോജിപ്പാണെന്ന്. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ആദ്യം ഒരു ഇടവേളയിലേക്കാണ്. നമ്മോടൊപ്പം തത്സമയം ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ചയിൽ പങ്കുചേരുന്നത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒപ്പം തന്നെ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു എന്നിവർ ട്രിവാൻഡ്രം സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം തന്നെ ശ്രീ എ സജീവൻ കാലിക്കറ്റ് സ്റ്റുഡിയോയിൽ നിന്നും, ഒപ്പം പൊമ്പളയൊരുമൈ പ്രവർത്തക നമ്മോടൊപ്പം തത്സമയം ചർച്ചയിൽ പങ്കുചേരുന്നതാണ്. ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന മണിയുടെ പൊമ്പളയൊരുമയ്ക്കെതിരായ പരാമർശം യഥാർത്ഥത്തിൽ മണി നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോൾ നമ്മൾ കേട്ട മണിയുടെ പ്രസംഗത്തിന്റെ ആ വാചകത്തിന്റെ പൂർണ്ണരൂപം. തുടക്കത്തിൽ ചില മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ടാണ് മണി ഇക്കാര്യങ്ങൾ പറയുന്നത്. കള്ളുകൂടി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്, പൊമ്പളയൊരുമൈ സമരം നടക്കുമ്പോഴും ഇതുതന്നെയായിരുന്നു അവിടെ നടന്നതും എന്ന് സൂചിപ്പിക്കുന്നത്. അവിടെ ആവർത്തിച്ച് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം മുതലേ പീപ്പിൾ TV ഈ പ്രസംഗത്തിന്റെ ഈ ഭാഗം കൃത്യമായി കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് പ്രേക്ഷകർക്കും വ്യക്തമായിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും ചർച്ചയിലേക്ക് പോകുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ വെള്ളിയാഴ്ച നടന്ന ഒരു പ്രസംഗം, സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ സബ് കളക്ടർക്കെതിരായ പരാമർശം, അത് പീപ്പിൾ TVയും ആ വാർത്ത നൽകിയിരുന്നു, മണിയുടെ വാക്കുകൾ നൽകിയിരുന്നു. മണി പറഞ്ഞ കാര്യങ്ങൾ അത് വ്യക്തമാണ്. പക്ഷേ അതിനുശേഷം മണിക്കൂറുകൾക്കിപ്പുറം കാണാതെ കിടക്കുന്ന ആ ഒരു പ്രസംഗത്തിലെ ഒരു പോർഷൻ മാത്രമായി എടുക്കുന്നു. അത് വലിയൊരു വിവാദമായി വരുന്നു. പൊമ്പളയൊരുമൈ ഗോമതി അടക്കം നടത്തുന്ന സമരം ഒരു ഭാഗത്ത്. ഇത്തരത്തിൽ ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രമായി എടുത്ത് ഈ വിധത്തിൽ കൈകാര്യം ചെയ്ത ശൈലിയാണ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായും ആ രീതിയിൽ എന്തുകൊണ്ടത് കൈകാര്യം ചെയ്യപ്പെടുന്നു എന്ന് ചോദ്യമുയർന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ വിഷയത്തിനെ സംബന്ധിച്ച് കൈരളി സ്വാഭാവികമായി സർക്കാരിന് അനുകൂലമായി ഈ വിഷയത്തെ എങ്ങനെ ഡൈവേർട്ട് ചെയ്യാമെന്ന് ആലോചിക്കേണ്ട ഉത്തരവാദിത്വം കൈരളി ചാനലിലുണ്ട്. അതിനെ നമ്മളാരും നിഷേധിക്കുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന വാർത്ത, അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസംഗം വളരെ കൃത്യമായി കേട്ടാൽ വളരെ സ്പെസിഫിക്കായി അദ്ദേഹം പെൺപിള്ളയൊരുമൈ പ്രവർത്തകരെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പ്രസംഗം നടക്കുന്നതിൽ എന്താ തർക്കം? വളരെ ക്ലിയറാണ്. അപ്പോൾ കൈരളി പീപ്പിളിന് മാത്രം വേറൊരു വേർഷനും ബാക്കി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ മറ്റൊരു വേർഷനും എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാകുക? അപ്പോൾ സർക്കാരിനെ സ്വാഭാവികമായും സഹായിക്കണം. നാളെ അസംബ്ലി തുടങ്ങുകയാണ്. അസംബ്ലിയിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ വരും. പിന്നെ അവിടെ കാട്ടിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാകുന്ന, മലയാളം വായിച്ചാൽ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ ആ ഫുൾ ടെക്സ്റ്റ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും, എല്ലാ ദൃശ്യ മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് ബോധ്യമാണ് അദ്ദേഹം ആരെയാണ് ആക്ഷേപിച്ചതെന്ന്. അപ്പോൾ ഇനി അതിനൊരു ട്വിസ്റ്റ് കൊടുത്തുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇത്തരം ട്വിസ്റ്റിലേക്ക് പോവുകയും ഇത്തരത്തിൽ നാളെ അസംബ്ലി നടക്കുമ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ഒക്കെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരിക്കലും വിലപ്പോവില്ല.
ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. മണി ഇതാദ്യമായിട്ടല്ലോ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നലെക്ക് മുമ്പ് മെനഞ്ഞാന്ന് ഇതേ ചാനൽ ഇതേ സമയത്ത് ഞാൻ ഉൾപ്പെടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം മൂന്നാർ കയ്യേറ്റത്തെക്കുറിച്ച് വീണ്ടും ആക്ഷേപകരമായി പറഞ്ഞത്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കോൺട്ര ചെയ്യുന്നു തുടങ്ങി, പിന്നെ ശ്രീറാമിനെക്കുറിച്ചും CPI മന്ത്രിമാരെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് ഞാനിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ലൈവായിട്ട് ഫോണിൽ വന്നിട്ട് സംസാരിച്ചു. അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് ശരിയല്ല എന്ന് പറയുന്നത് ഗോവിന്ദ മാഷും പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ശൈലിയാണെന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം ഇത് ചെയ്യുന്നത്. നിരവധികളായ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പേരിൽ അദ്ദേഹം കേസിൽ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പരാമർശം ഉണ്ടായിരിക്കുന്നു. അവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പക്ഷേ താങ്കളുടെ ആദ്യ പ്രതികരണം എന്ന രീതിയിലല്ല ഞാൻ ഇടയ്ക്ക് ഇടപെടാതിരുന്നത്. അവിടെ പീപ്പിൾ TV ഇപ്പോൾ കൊണ്ടുവന്ന ഒരു പുതിയ വ്യാഖ്യാനമല്ല അത്. അന്ന് വെള്ളിയാഴ്ച അവിടെ നടന്ന പ്രസംഗത്തിൻ്റെ മറ്റു മാധ്യമങ്ങൾ കേൾപ്പിച്ച ആ ഒരു ബൈറ്റിൻ്റെ മുൻപോട്ടും പിൻപോട്ടുമുള്ള ബാക്കി പോർഷൻസ് ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാറ്റാതെ കേൾപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഒരിക്കൽ കൂടി കേട്ടാൽ താങ്കൾക്ക് അത് വ്യക്തമാകുമായിരിക്കും. അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത് മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, MM മണിയുടെ വാക്കുകളിലേക്ക്. ഇവന്മാർ ഈ ചാനലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്? അവിടെ ഇവരുടെ കൂടെ സർക്കാരുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളൂരി കയ്യിൽ കണക്കിലായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച, പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പളെ വീണ്ടും നടന്നു. അന്ന് കുടിയും സകല വ്യക്തികളും വന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ മരത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയൊക്കെ. ഇങ്ങനെ തന്നെയാണ് ചില മാധ്യമപ്രവർത്തകർ അവരെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പെമ്പളയൊരുമയുടെ സമരം നടക്കുമ്പോഴും ഇവിടെ നടന്നത് ഇതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നല്ല എനിക്ക് മനസ്സിലാവുന്നത്. പെൺപിള്ളേ ഒരുമ സമരം നടക്കുമ്പോഴും ഇതുപോലെ വൃത്തികേടുകൾ നടന്നിട്ടുണ്ട്, അത് കാട്ടിലാണ് നടന്നതെന്നൊക്കെ പറയുമ്പോൾ അവിടെ മദ്യപിക്കാനാണ്. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഇപ്പോഴത്തെ സബ് കളക്ടർ പത്രമാധ്യമ പ്രവർത്തകരുമായി കള്ളുകുടിക്കുന്നുണ്ടെങ്കിൽ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമല്ലേ? ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയല്ല അദ്ദേഹം, എന്തുകൊണ്ട് അദ്ദേഹം നടപടിയെടുക്കാൻ ശ്രമിച്ചില്ല? അപ്പോൾ ഇതൊന്നുമല്ല വിഷയം. ഇത് അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയാണ്. ആരെയും ആക്ഷേപിക്കുക, എന്തും പറയുക. ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നു. ഈ പറഞ്ഞ ടെക്സ്റ്റ് ഈ അദ്ദേഹത്തിൻ്റെ കോൺവെർസേഷൻ ഫുള്ളായിട്ട് ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രത്തിലും അടിച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തലനാരിഴ കീറി പരിശോധിച്ചിട്ടാണ് പറയുന്നത്. അതിനകത്ത് വളരെ ക്ലിയറാണ്. ഇനി എങ്ങനെയൊക്കെ ഏച്ച് കിട്ടിയാലും ഇത് മുഴച്ചു തന്നെ ഇരിക്കും. വളരെ ക്ലിയറാണ് അതിനകത്ത് കാര്യങ്ങൾ. സ്ത്രീകളെ ആക്ഷേപിച്ചു എന്നത് വസ്തുതയല്ലേ? ആരൊക്കെയാ ഇതൊക്കെ കേട്ടിട്ടല്ലേ പിന്നെ ശ്രീമതി ടീച്ചർ പറഞ്ഞത്? ശ്രീമതി ടീച്ചർ പിന്നെ പറയും, കാരണം ശ്രീമതി ടീച്ചറിൻ്റെ സഹോദരൻ്റെ മന്ത്രിസ്ഥാനമാണല്ലോ പുള്ളി അടിച്ചെടുത്തത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ടീച്ചർ പറയും. പക്ഷേ അതല്ലല്ലോ പിന്നെ മറ്റേ ആരോഗ്യമന്ത്രി പറഞ്ഞില്ലേ, TN സീമ പറഞ്ഞില്ലേ, മുഴുവൻ CPM-ന്റെ ഉൾപ്പെടെയുള്ള. അല്ല, അതൊക്കെ ഇന്നലത്തെ ഈ പ്രതികരണങ്ങൾ മുഴുവൻ ഈ ഒരു പോർഷൻ മാത്രം കേട്ടിട്ടായിരുന്നു. ഞാൻ തിരികെ എത്താം. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇത് കേട്ടിട്ടും ശ്രീ ചാമക്കാലെ പോലെയുള്ളവർക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നാണോ? അല്ല, ചാമക്കാല ഇനി ഒരിക്കൽ കൂടി ചിലപ്പോൾ ഇടുന്നെങ്കിൽ അത് കാണുമ്പോൾ MM മണി പ്രസംഗിക്കുന്നു, അദ്ദേഹം പ്രസംഗിക്കുന്നു, ആരെക്കുറിച്ച് പ്രസംഗിക്കുന്നു, എന്തിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു എന്ന നിലയ്ക്ക് ഇപ്പോൾ കാണിച്ച ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം കണ്ടാൽ മതി. അദ്ദേഹം പ്രസംഗിക്കുന്നു എന്ന കാര്യം നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാം. ആരെക്കുറിച്ച് പ്രസംഗിക്കുന്നു, എന്തിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്ന നിലയ്ക്ക് ആ പൂർണ്ണരൂപം കാണുമ്പോൾ പൊമ്പിളെ ഒരുമയെക്കുറിച്ച് ഒരിടത്തും അദ്ദേഹം പ്രസംഗിച്ചിട്ടേ ഇല്ല. സാന്ദർഭികമായി പൊമ്പിളെ ഒരുമ സമരവും നടന്ന സമയത്ത് അവിടെ നടന്നത് ഇതൊക്കെ തന്നെയാണ് എന്ന് പറയുമ്പം അദ്ദേഹം ആദ്യം തന്നെ ആരെക്കുറിച്ചാണ് പ്രസംഗിച്ചത്? മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒബ്ജക്റ്റ് ഓഫ് ടോക്കിംഗ് എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരാണ്. ചാമക്കാല, താങ്കൾക്കതറിയാത്തതല്ല. കാര്യം അത്രമാത്രം അതറിയാനും കഴിയാത്തവണ്ണം നിരക്ഷരനൊന്നുമല്ല താങ്കൾ എന്ന് എനിക്കറിയാം. അതുപോലെ എന്തിനെക്കുറിച്ചാണ് പ്രസംഗിച്ചത്? മാധ്യമപ്രവർത്തകരും അവിടെ ഒഴിപ്പിക്കാൻ നടക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇത് രണ്ടും വ്യക്തമല്ലേ അതിനകത്ത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം പൊമ്പിളെ ഒരുമയായിരുന്നോ ഇല്ലയോ എന്നാണ് താങ്കളോട് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഇത് സൗമ്യയുടെ ചോദ്യമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം പൊമ്പിളെ ഒരുമയായിരുന്നോ അല്ലയോ ചാമക്കാല? അതിനകത്ത് വളരെ ക്ലിയർ അല്ലേ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു? അങ്ങേക്ക് അറിഞ്ഞൂടായിട്ടല്ല, അങ്ങേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കല്ല. അതിലേക്കാ വരുന്നത്. അങ്ങ് പ്രസംഗിച്ച് പോകുമ്പോൾ, ഞാൻ സംസാരിച്ച് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പല വിഷയങ്ങളിലേക്ക് പോകാറുണ്ട്. അത്തരത്തിൽ പെൺപിള്ളെ ഒരുമയുടെ വിഷയത്തിലേക്ക് കടന്നതിന് ശേഷമാണ് അവരെ ആക്ഷേപിച്ചിരിക്കുന്നത്. വളരെ ക്ലിയർ അല്ലേ? അത് നോക്കിയാൽ അതിനകത്ത് എന്താ തർക്കം? ഞാൻ പറഞ്ഞത് പ്രസംഗ വിഷയം എന്ത്? നാം കേട്ട പ്രസംഗ ഭാഗത്തിൽ അങ്ങനെ വിഷയം എന്ത്? എനിക്ക് മനസ്സിലാവുന്ന കാര്യം ഞാൻ പറയാം. മനസ്സിലാകുന്നതല്ല, എഴുതിയും കാണിച്ചിട്ടുണ്ട്. അല്ല, എഴുതി അങ്ങയുടെ അത്രയും ബുദ്ധിയും ശക്തിയൊന്നും എനിക്കില്ലായിരിക്കും. പക്ഷേ കേരളത്തിൽ അരിയാഹാരം കഴിച്ച് വളരുന്ന ഒരു സാധാരണ മലയാളി പൗരനാണ് ഞാൻ. എനിക്ക് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവും. ഇതിനകത്ത് വളരെ ക്ലിയറാണ്. അദ്ദേഹം തുടങ്ങിയത് എവിടെ അവസാനിപ്പിച്ച എവിടെ എന്നുള്ളതല്ല. ഇതിനിടയ്ക്ക് പെൺപിളെ ഒരുമ നടന്നു
എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് എന്താ? അത് പിന്നെ ആരെ കുറിച്ചാണ് പറയുന്നത്? പത്രക്കാരെ കുറിച്ചാണ്. ആ സമയത്തും ഇതാണ് ബാക്കിയുടെ ശ്രീ ബാസുചന്ദ്ര ബാബുവിന്റെ ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം കേരള സമൂഹം വിലയിരുത്തട്ടെ. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടെ. ഇന്നിപ്പോൾ ഏറ്റവും വിവാദപരമായി നടക്കുന്ന വിഷയമാണല്ലോ ശ്രീ ടി പി സെൻകുമാറിന്റെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, വിഷയം അതല്ലാത്തതുകൊണ്ട്. കാരണം ഇന്ന് ബാക്കി എല്ലാ ചാനലും ചർച്ച ചെയ്യുന്നത്, ഇത് ചർച്ച ചെയ്യത്തിലൂടെ അത് പോട്ടെ. പക്ഷേ ടി പി സെൻകുമാറിന്റെ വിഷയത്തിൽ പോലും അസംബ്ലിയിൽ മുഖ്യമന്ത്രി പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടല്ലേ സുപ്രീം കോടതി പറയുന്നത്. അപ്പോൾ ശ്രീ ബാസുചന്ദ്ര ബാബു, നിങ്ങളുടെ നയം ഇതാണ്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കും, പക്ഷേ അത് നിലനിൽക്കില്ല. വളച്ചൊടിച്ചത് ഇനി വരുമല്ലോ, നിയമം കേസെടുത്തിട്ടുണ്ടല്ലോ. ഇന്നിപ്പോൾ എന്തിനാ അങ്ങനെയാണെങ്കിൽ പിന്നെ വനിതാ കമ്മീഷൻ കേസെടുക്കാൻ തീരുമാനിച്ചത്? അപ്പൊ കൈരളി മാത്രമേ ഇത് കേൾക്കുന്നുള്ളതാണോ പറഞ്ഞതിനർത്ഥം? കൈരളി ചാനൽ മാത്രമേ ഈ ടെക്സ്റ്റ്, ഈ കോണ്ടെക്സ്റ്റ് പരിപൂർണമായിട്ട് അബദ്ധം പറ്റിയാൽ അത് തിരുത്താനുള്ളൊരു മഹത്വം കാണിക്കുന്നത് ഒട്ടും ചെറുപ്പമല്ല, വലിപ്പമേ കൂട്ടുകയുള്ളൂ. എന്താ പ്രശ്നം? പ്രത്യേക ബൈറ്റ് എടുത്ത് കാണിച്ച് പൊമ്പിളെ ഒരുമയെ കുറിച്ച് സംസാരിച്ചു മണി എന്ന് പറഞ്ഞു. ഇപ്പോൾ മുഴുവൻ കാണിച്ചപ്പോൾ സംഭാഷണ വിഷയം പൊമ്പിളെ ഒരുമയല്ല എന്ന് വ്യക്തമായി. മറിച്ച് അത് മാധ്യമ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധമെന്ന് വിചാരിക്കുന്ന എം മണിയുടെ ആ സംഘം ചേരലാണ് അതിന്റെ വിഷയം. അതിനു പകരം അത് പൊമ്പിളെ ഒരുമയെ നാക്കാൻ പാകത്തിൽ മാധ്യമപ്രവർത്തകർ ശ്രമിക്കുമ്പോൾ, താങ്കൾ മാധ്യമപ്രവർത്തകനല്ലല്ലോ, അങ്ങനെ ശ്രമിക്കുമ്പോൾ അത് എത്രത്തോളം അധാർമികമാണ് എന്ന് പറയേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ള ആളാണ് താങ്കൾ. അപ്പോഴാണ് താങ്കൾ പറയുന്നത് പൊമ്പിളെ ഒരുമയെ കുറിച്ചാണ്. പൊമ്പിളെ ഒരുമയെ താങ്കൾക്ക് എന്താ ഇത്ര താല്പര്യം? അല്ല, അതവിടെ നിൽക്കട്ടെ. ബാസുചന്ദ്ര ബാബു അങ്ങയുടെ താല്പര്യം ഞാൻ കിടക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അതാണ് ചോദ്യം. അല്ലല്ല, അങ്ങനൊന്നും ഡൈവേർട്ട് ചെയ്യണ്ട. കേരളത്തിൽ ഞാൻ പറയട്ടെ സൗമ്യ, ഇവിടെ ശ്രീ ബാസുചന്ദ്ര ബാബുവിനും കൈരളി ചാനലിനും മാത്രമല്ല മലയാളം അറിയാവുന്നത്. ഒന്ന്. നമ്പർ 2, നിങ്ങൾ ഇത് എത്ര ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും കേരളത്തിലെ സൗമ്യ, എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞാൽ മതിയോ? നിങ്ങൾ പറയുന്ന അല്ല, സൗമ്യ പറയുന്ന പോലെ ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ ഇവിടെ വന്നിരിക്കുന്നത്, കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ അത് പറയും. അത് പറയുമ്പോൾ ഇത് സമൂഹം വിലയിരുത്തട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ നിങ്ങൾ ഈ കൈരളി പീപ്പിളിൻ്റെ രാവിലെ മുതൽ ഓൺലൈനിലുണ്ട്. അതിനുശേഷം നിങ്ങൾ വാർത്ത കൊടുത്തതിന് ശേഷം ഇന്നിപ്പോൾ കാനൻ രാജേന്ദ്രൻ കോട്ടയത്ത് പത്രക്കാരെ കണ്ടിട്ടുണ്ട്. ശ്രീ ബാസുചന്ദ്ര ബാബു അദ്ദേഹത്തെ ഒന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരാൾ മന്ത്രി ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഉത്തരവാദിത്വം മന്ത്രിക്ക് മാത്രമാണ്, മുന്നണിക്കല്ല. അദ്ദേഹം അതിനെ നിശ്ചിതമായി വിമർശിക്കുന്നു. ഞാൻ വേണമെങ്കിൽ അത് പറയാം. ഇടതു മുന്നണി സ്ത്രീ വിരുദ്ധ കാഴ്ചപ്പാടുള്ള മുന്നണിയല്ല, സ്ത്രീകളോട് അവരുടെ പ്രശ്നമുള്ള അനുഭവം സമയം പുലർത്തുന്ന മുന്നണിയാണ് ലീവ്. ഞാൻ പറയട്ടെ, മന്ത്രി മണിയുടെ പരാമർശത്തോട് CPM മന്ത്രിമാരടക്കം പൊതുസമൂഹത്തിൽ ശക്തമായി പ്രതികരിച്ചതാണ്. CPM അവരുടെ പാർട്ടി കമ്മിറ്റി ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ ഇനി അങ്ങ് തുടക്കം ഇവിടെ എപ്പോഴെങ്കിലും നിർത്ത്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും. എനിക്ക് ആ സമയം തന്നിരിക്കുന്നത് അങ്ങനല്ല സൗമ്യ. ഒന്നുകിൽ എന്നോട് സൗമ്യ ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ അത് മറുപടി പറയാം. അല്ലാതെ ബാസുചന്ദ്ര ബാബുവിനകത്ത് അതിനകത്ത് കോമ്പയറേറ്റൊന്നുമില്ല. അല്ലല്ല, അത് സൗമ്യ ഇടപെട്ടെ. അപ്പൊ നിർത്താം. അല്ലല്ല, അപ്പൊ നിർത്താം. അതൊന്നും വേണ്ട. ഉത്തരം മുട്ടുമ്പോ ഈ ഇത്തരം അത് എന്റെ ഇഷ്ടം. അത് സൗമ്യ പറയുന്നത് സംസാരിക്കും. അല്ല, ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ സമൂഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമായിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്തൊക്കെ ട്വിസ്റ്റ് ചെയ്താലും മണി പറഞ്ഞത് തന്നെയാണ്. മണി ആക്ഷേപിച്ചത് തന്നെയാണ്. അത് അതിന്റെ വഴിക്ക് വരട്ടെ, കാര്യങ്ങൾ അന്വേഷണത്തിൽ വരട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ സൗമ്യ, ചോദിച്ച ചോദ്യം അവിടുത്തെ വിഷയം ഏതായിരുന്നു ആണ്. ചാമക്കാലക്ക് എനിക്കും ഇത് കാണുന്ന എല്ലാവർക്കും, മലയാളികൾ കാണുന്നുണ്ടല്ലോ, അവർക്കൊക്കെ അറിയാം മണി സംസാരിച്ച വിഷയം മാധ്യമ പ്രവർത്തകരും IAS ഉദ്യോഗസ്ഥന്മാരുമുള്ള അവിശുദ്ധ ബന്ധം അവിടെ നടന്നതിൻ്റെ കഥയാണ് അദ്ദേഹം വിശദീകരിച്ചത്. പൊമ്പിളെ ഒരുമ എന്ന് പറയുന്ന സംഘടന ഒരു വിഷയമേ ആയിരുന്നില്ല, അതിനെക്കുറിച്ച് ചർച്ചയേ ഉണ്ടായില്ല. ഇന്നലെ ഇതേ സമയത്ത് തന്നെ മറ്റൊരു ചാനലിൽ ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഞാനും ചാമക്കാല പറഞ്ഞത് മാതിരി ആ രണ്ട് ബൈറ്റുകൾ മാത്രം കേട്ടിട്ട് എത്ര മോശമായ നിലപാടാണ് മന്ത്രി എടുത്തിരിക്കുന്നത് എന്നും മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല എന്നും ഞാൻ പറഞ്ഞതാണ്. അപ്പം അതിനകത്ത് തെറ്റിപ്പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ പൂർണ്ണരൂപം കാണുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാകുന്നത് വളരെ പർപ്പസ്ഫുള്ളായിട്ടാണ് ഈ രണ്ട് ഭാഗങ്ങൾ മാത്രം എടുത്ത് മാധ്യമപ്രവർത്തകർക്കെതിരെ മണി ഉന്നയിച്ച ഒരു ആക്ഷേപത്തെ അത് അടർത്തിയെടുത്ത് മാധ്യമപ്രവർത്തകർ തന്നെ മണിക്കെതിരെ ഒരാക്ഷേപമാക്കി മാറ്റുന്ന ദുർവൃത്തമായ ഈ മാധ്യമപ്രവർത്തനമുണ്ടല്ലോ ചാമക്കാല,
അതിനെയായിരുന്നു താങ്കൾ വിമർശിക്കേണ്ടിയിരുന്നത്. ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. വാസുരേന്ദ്ര ബാബുവിനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകരുത്. അത് പറയുന്നതിന് ഒരു അടിസ്ഥാനം ഉണ്ടാകണം. AK ശശീന്ദ്രന്റെ കാര്യത്തിൽ വന്നല്ലോ, കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പല വിഷയങ്ങളും വന്നിട്ടുണ്ടല്ലോ. അന്ന് ഇതൊന്നും അല്ലായിരുന്നല്ലോ അങ്ങയുടെ ഘോരഘോരമുള്ള പ്രസംഗം. ഞാൻ ഇടപെടുന്ന ക്ഷമിക്കണം, നമുക്കൊരു അതിഥി കൂടി ചേരുന്നുണ്ട്. ശ്രീമതി പരമേശ്വരി പെമ്പിള്ളை ഒരുമ നേതാവാണ്. ഇവിടെ ഇപ്പോൾ ഇന്നലെ വരെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാമെന്ന് കരുതുന്നു. മണി പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം കാണിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ തർക്കങ്ങൾ നടന്നത്. എന്നാൽ അദ്ദേഹം പൂർണ്ണമായി സംസാരിക്കുന്നതിന്റെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ചില മാധ്യമപ്രവർത്തകരും ചില IAS ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അതാണ് ഇവിടെയും നടക്കുന്നത് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. പൊമ്പിളൈ ഒരുമൈ സമരം നടന്നപ്പോഴും ഇവിടെ അതാണ് നടന്നത്. മാധ്യമപ്രവർത്തകരും ഈ ഉദ്യോഗസ്ഥരും തമ്മിലും ഇതാണ് നടന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന ഒരു ബൈറ്റാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേൾപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നലെ മണിയുടെ വാക്കുകൾ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ, പൊമ്പിളൈ ഒരുമയുടെ പേരിൽ നടക്കുന്ന സമരം, അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശ്രീമതി പരമേശ്വരി? அவர் எதுவும் ஒன்றும் சொல்லல. ஆனால் நியூஸ் பார்த்தோம், ஆனால் அந்த மாதிரி வார்த்தை எதுவும் சொல்லல. ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് എം മണി പൊമ്പിളൈ ഒരുമയ്ക്കെതിരെ വലിയ മോശമായ പരാമർശങ്ങൾ നടത്തി എന്ന രീതിയിൽ വലിയ സമരങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. അതിനോട് യഥാർത്ഥത്തിൽ പൊമ്പിളൈ ഒരുമയ്ക്ക് ഒരു യോജിച്ച ഒരു നിലപാടുണ്ടോ? இல்ல, அப்படி ஒன்றும் சொல்லல. அவங்க கட்டுக்கதை கண்டு சொல்லலாம். ஆனா MM மணி அந்த வார்த்தை சொல்லல. அவர் അത് ഞാൻ ചോദിച്ചത്, അതായത് നേരത്തെ തന്നെ നിങ്ങളുടെ ചില നേതാക്കൾ തന്നെ ഇതിൽ കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോൾ നടക്കുന്ന ഈ സമരം യഥാർത്ഥത്തിൽ മണി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ളതാണെന്ന് കരുതുന്നുണ്ടോ? இல்ல இல்ல, அப்படியெல்லாம் ஒன்றும் சொல்லல. அவர் சொல்லக்கூடிய வாய்ப்பு கிடையாது அவங்க. പക്ഷെ പൊമ്പിളൈ ഒരുമയുടെ സമരമാണെന്ന് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനെ അങ്ങനെയെങ്കിൽ അത് തടയണ്ടേ? ശ്രീമതി പരമേശ്വരി, പൊമ്പിളൈ ഒരുമയുടെ സമരം എന്ന രീതിയിലാണ് അവർ സമരം നടത്തുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നാണോ? ആമാ, ഇല്ല ഇല്ല, നടന്നിട്ട് தான் இருக்குன்னு நினைக்கிறேன். ഞാൻ തിരികെ വരാം ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ശ്രീ A സജീവൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ A സജീവൻ, ഇവിടെ നമ്മൾ ഇന്നലെ വരെ സ്വാഭാവികമായി ഇവിടെ ശ്രീ ചാമക്കാല അടക്കം പറയുകയുണ്ടായി, ആരോഗ്യമന്ത്രിയായാലും നിരവധിയായ നേതാക്കൾ, CPM നേതാക്കൾ, PK ശ്രീമതി ആയാലും ഒക്കെ തന്നെയും ഇന്നലെ കേട്ട ആ ഒരു ബൈറ്റിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും ആ ബൈറ്റ് കേൾക്കുന്ന ആരും അങ്ങനെയേ ചിന്തിക്കുകയുള്ളൂ. കാരണം ആ വാക്കുകൾക്കിടയിലൂടെ പൊമ്പിളൈ ഒരുമ എന്ന ഒരു പരാമർശം നടത്തുന്നു, മറ്റാരും അവിടെ ഒബ്ജക്റ്റായി വരുന്നില്ല എന്ന രീതിയിലായിരുന്നു ആ വാക്കുകൾ കൊടുത്തത്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ താങ്കളടക്കം ആ ബൈറ്റ് കണ്ടിട്ടുണ്ടാകാമെന്ന് കരുതുന്നു. ചില മാധ്യമപ്രവർത്തകരും ഈ IAS-കാരുമുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്നതിനിടയിൽ പൊമ്പിളൈ ഒരുമയുടെ സമരം നടന്നു, അപ്പോൾ എന്നാൽ ഗസ്റ്റ് ഹൗസിൽ ഇതാണ് നടന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന കൃത്യമായ ബൈറ്റ് നമ്മൾ ഇന്ന് നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയതിൽ നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ട ആ ദുരൂഹത ഇവിടെയുണ്ടോ? താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് ശ്രീ സജീവൻ? സൗമ്യ, ഇന്നലെ മണിയുടെ ഈ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ കണ്ട സമയത്ത് പല ആളുകളും പ്രതികരിച്ചു. ഞാൻ അതിരൂക്ഷമായിട്ട് പ്രതികരിച്ചു. കാരണം വളരെ മോശമായ പരാമർശമാണ് അതെന്നുള്ള കാര്യത്തിൽ അപ്പോൾ ആ സമയത്ത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കാണുന്നത് നമ്മുടെ മുമ്പിൽ പൂർണ്ണമായിട്ടും അദ്ദേഹം മണി പിന്നീട് തൊടുപുഴയിൽ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. എഡിറ്റ് ചെയ്തായാലും അല്ലെങ്കിലും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പരാമർശം ഉണ്ടായപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സാധ്യത എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. എന്തായാലും ഇന്നലെ വന്നിട്ടുള്ള ആ പ്രസക്തമായിട്ട് ഭാഗങ്ങൾ വെച്ചുകൊണ്ട് നോക്കിയാൽ മണിയുടെ പരാമർശം വളരെ മോശമായിരുന്നു. അദ്ദേഹത്തെ അതിരൂക്ഷമായിട്ട് വിമർശിക്കേണ്ടായിരുന്നു. അതുകൊണ്ടാണ് CPM-ലെ പ്രമുഖ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും, മേഴ്സിക്കുട്ടി അമ്മ, ശ്രീമതി ടീച്ചർ തുടങ്ങിയിട്ട് എല്ലാ ആളുകളും അതിരൂക്ഷമായിട്ട് ആ നിലപാടിനെ വിമർശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിട്ടുള്ളതിൽ കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമാണ്. മാധ്യമപ്രവർത്തകരുടെ പങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനിടയിൽ പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ ആ രീതിയിലാണെങ്കിൽ മാധ്യമപ്രവർത്തകരും
ചില എല്ലാ മാധ്യമപ്രവർത്തകരിലും ചില മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ മറ്റ് മാഫിയയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമുക്ക് പലപ്പോഴും അറിയാം. അത്തരത്തിലുള്ള ബന്ധമുണ്ട്, അതിൽ കള്ളും ഉണ്ടാവാറുണ്ട്, മറ്റു പല സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ള ആരോപണം എത്രയോ കാലമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഇതിനിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം പെമ്പിള ഒരുമയുടെ സമരത്തിനിടയിലും ഇതൊക്കെ സംഭവിച്ചു, മറ്റ് പലതും സംഭവിച്ചു, കള്ളുകുടി ഉണ്ടായിരുന്നു, മറ്റു പലതും ഉണ്ടായിരുന്നു ഒക്കെ പറയുന്നിടത്ത് ആ മറ്റു പലതും എന്നത് സ്വാഭാവികമായിട്ടും പെമ്പിള ഒരുമയുടെ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി യോജിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരെ കുറിച്ചും എല്ലാ മാധ്യമപ്രവർത്തകരെ കുറിച്ചാവണമെന്നില്ല, കുറച്ച് മാധ്യമപ്രവർത്തകരെ കുറിച്ചും ഈ ഉദ്യോഗസ്ഥന്മാർ സുരേഷ് കുമാറിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും ഒക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പക്ഷേ പറയുന്നതിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇന്നലെ പറഞ്ഞ അതേ രൂക്ഷതയോട് കൂടിയിട്ട് നമുക്കിന്ന് മണിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അദ്ദേഹം വ്യാപകമായ രീതിയിൽ കാര്യം പറഞ്ഞതിനിടയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതേ സമയത്ത് ഇത് മദ്യം എന്ന് പറയുന്നിടത്തല്ലല്ലോ. രണ്ടാമത്തെ മറ്റു പല സംഭവങ്ങളും കാട്ടിൽ വെച്ചാണ് ആ പണി നടന്നതെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സ് പോകുന്നത് മറ്റു പല രീതിയിലുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സമരം ചെയ്തിട്ടുള്ള പെമ്പിള ഒരുമയുടെ പ്രവർത്തകരെല്ലാവരും ഞങ്ങളെ ഈ അഭിസാരികളായിട്ട് ചിത്രീകരിച്ചു എന്ന രീതിയിലൊക്കെ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ മണി അദ്ദേഹം പറഞ്ഞു, ഞാൻ അമ്മ പറ്റ മകനാണ്, എനിക്ക് 5 പെൺമക്കളുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്തായാലും ഇത്തരം പ്രസംഗങ്ങളിലാണെങ്കിലും അല്ലാത്ത സമയങ്ങളിലാണെങ്കിലും ഒരു നേതാവ് പറയുമ്പോൾ പാലിക്കേണ്ട മിനിമം ചില സംയമനത്തിൻ്റെ കാര്യമുണ്ട്. അത് മണിയെപ്പോലുള്ള ആളുകൾ പാലിക്കേണ്ടതാണ്. അദ്ദേഹം ഒരു പക്ഷേ ഇത്തരത്തിൽ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കാം, എന്നാൽ പോലും തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള അവസരങ്ങൾ സാധാരണ നേതാക്കന്മാർക്ക് പറ്റുമെങ്കിൽ പോലും ഇത് എല്ലാ ആളുകൾക്കും ഈ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ജനപ്രതിനിധികളാകുമ്പോൾ, പിന്നെ അധികാരത്തിലിരിക്കുന്ന മന്ത്രിമാരെ പോലുള്ള ആളുകളാകുമ്പോൾ ഇതിലൊക്കെ വളരെ ശ്രദ്ധേയമാണ്. യെസ്, ഏതായാലും അത് തീർച്ചയായും തള്ളിക്കളയാനാവാത്ത ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ചർച്ച അതിലേക്ക് കൂടി വരാം. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, മണി ഒരു ഇരയാകുകയാണ്, ടാർഗറ്റ് മറ്റു പലതുമാണ്. ഒരുപക്ഷെ നമുക്ക് ഇന്നലെയുള്ള ഉടനീളം നടന്ന ചർച്ചകളിലൊക്കെ തന്നെയും മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ അവിടെ അങ്ങനെ എളുപ്പത്തിൽ ഇരയാക്കപ്പെടുന്ന ഒരാളായി മണിയെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. അത് ഒരു അപകടകരമായ അവസ്ഥയാണോ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു? ഞാൻ ആ കാര്യത്തിൽ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇന്നലെ ഈ സജീവൻ പറഞ്ഞത് മാതിരി മണിക്കെതിരെ ഗൗരവതരമായി സംസാരിച്ച ഒരാളാണ് ഞാൻ. കാര്യം ഇന്നലെ കണ്ട ബൈറ്റുകൾ വെച്ച് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റൂ. ഇന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? മാധ്യമപ്രവർത്തകരെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹം സംസാരിക്കുകയാണ് ഉത്തരവാദിത്വ ബോധത്തോടെ. മാധ്യമപ്രവർത്തകരും IAS ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ചേർന്ന് ഗസ്റ്റ് ഹൗസിൽ ചില കാര്യങ്ങൾ ഉണ്ടാക്കി മദ്യപിച്ചു. അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇനി പെമ്പിള ഒരുമ സമരം നടന്നപ്പോഴും മാധ്യമപ്രവർത്തകർ IAS ഉദ്യോഗസ്ഥന്മാരല്ല, സജി എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് ഇതേ കാര്യങ്ങൾ ചെയ്തു അവിടുത്തെ കുറ്റിക്കാട്ടിൽ വെച്ച്. അത് മറ്റേ ഗസ്റ്റ് ഹൗസിൽ വെച്ചല്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറയുമ്പോൾ പെമ്പിള ഒരുമ എന്ന് പറയുന്ന ആ സമരത്തിൻ്റെ പരാമർശമല്ലാതെ അതിനപ്പുറത്തേക്ക് സ്ത്രീകളെക്കുറിച്ച് ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. പക്ഷേ ഈ 2 വാചകം മാത്രം എടുത്തു പറഞ്ഞാലോ, ഇദ്ദേഹം സൂചിപ്പിച്ചത് മാതിരി മറ്റു പലതും എന്ന നിലയ്ക്ക് മറ്റു പലതെന്ന് കേട്ടാൽ മലയാളികൾ ഓർക്കുന്ന ഒരു പലതേ ഉള്ള. അങ്ങനെ പറയുമ്പോൾ മലയാളികളുടെ ഒരു സംവേദനശീലവും മഹാബോറാണെന്നാണല്ലോ പറഞ്ഞത്. അതിലൊക്കെ വിടാം, മണിയെ അങ്ങനെ തന്നെ വിടാം. കാരണം അദ്ദേഹം ഈ കാര്യം തെറ്റ് പറ്റിയിട്ടില്ല. മറിച്ച് ഇങ്ങനെ അദ്ദേഹത്തെ അവതരിപ്പിച്ചെടുത്ത ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ ചാമക്കാല, നമ്മൾ ആത്മാർത്ഥമായി ചില കാര്യങ്ങൾ അംഗീകരിക്കണം. ഈ നമ്മുടെ ചാരക്കേസ് വന്നില്ലേ, ISRO ചാരക്കേസ്. ആ ചാരക്കേസ് വന്നപ്പോൾ അന്ന് താങ്കളുടെ നേതാവ് കൂടിയായിരുന്ന ചെറിയാൻ ഫിലിപ്പ് അടക്കമുള്ള ആൾക്കാർ ഇന്ന് നിലപാടാണ് അതേക്കുറിച്ച് എടുത്തിരിക്കുന്നത്. കമ്മ്യൂണിസം ഒക്കെ പോട്ടെ, അദ്ദേഹം പറഞ്ഞതെന്താ, മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുക്കുന്നു. ആ വാടക വിളിച്ച് ഉമ്മൻചാണ്ടിയും സുധീരനും ഒക്കെ അടക്കമുള്ള A ഗ്രൂപ്പ് എന്ന് വിളിക്കുന്ന വിഭാഗം ആളുകൾ വൈകുന്നേരങ്ങൾ കൂടുന്നു. ഒത്തുകൂടിയിട്ട് ഞങ്ങളൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നു. ആ ഡ്രാഫ്റ്റ് ഈ പത്രക്കാർക്ക് കൈമാറുന്നു. എല്ലാ പത്രങ്ങളും ഒരുമാതിരി കഥ എഴുതുന്നു, ഒരേ രീതിയിൽ കഥ എഴുതുന്നു. സ്റ്റോറിയാണ്, വസ്തുതയല്ല. അങ്ങനെ കഥ എഴുതുന്ന ഒരു രീതി സ്വീകരിക്കപ്പെട്ടിരുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞു അത് ശരിയമായിരുന്നില്ല. ഓക്കെ, അങ്ങനെ ചെയ്ത ഒരവസ്ഥ ഉണ്ടല്ലോ കോൺഗ്രസ്സുകാർ തന്നെ. അത് വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ താങ്കളും ചെറിയാൻ ഫിലിപ്പിനെ മാതിരി അതിനകത്ത് ആത്മപരിശോധന നടത്തണം. താങ്കളെന്ന് അത്രത്തോളം വളർന്നൊരു നേതാവൊന്നുമല്ല. എങ്കിലും മുൻകാലത്തെ തെറ്റുകൾ അദ്ദേഹം പറയുന്നു. ഇവിടെ ഇതാ ഇന്നലെ മാധ്യമങ്ങൾ തെറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. അതിനെയാണ് എനിക്കിപ്പം ഞാൻ എന്തുകൊണ്ട് അതിനകത്ത് ധാർമ്മിക രോഷം കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ, മാധ്യമങ്ങൾ സത്യം പറയുമെന്ന് വിശ്വസിക്കുന്ന പാവം ജനതയുണ്ട് കേരളത്തിൽ. സംഘം ചേർന്ന് കള്ളം പറയുന്ന കള്ളന്മാരാണിവർ. ഒത്തിരി മാധ്യമങ്ങളെ വെച്ച് സത്യങ്ങളുടെ പൂക്കളല്ല വിടരുന്നതെന്നും നുണകളാണ് ഇവിടെ വിടരുന്നതെന്നും ഒക്കെ നമ്മൾ അറിയുമ്പം ഉണ്ടാകുന്ന വിഷമമുണ്ട് ചാമക്കാല.
ഈ ഒത്തിരി പഠിച്ചിട്ടാണല്ലോ മാധ്യമപ്രവർത്തകരാകുന്നത്. ജേർണലിസം അടക്കം എടുത്തിട്ട് എങ്ങനെ നന്നായി നുണ പറയാം എന്നല്ല, എങ്ങനെ നന്നായി സത്യം പറയാം എന്നായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ചിന്തിച്ചവരാണ് ഇപ്പോൾ മണിയെ ഈ 2 പ്രസ്താവ ഭാഗം മാത്രം വെട്ടിയെടുത്ത് അദ്ദേഹത്തെ വലിയ സ്ത്രീ വിരോധിയാക്കി എന്നെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച്, എന്നെ അടക്കം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനാണ്, തെറ്റിദ്ധരിപ്പിച്ച ഒരവസ്ഥ സൃഷ്ടിച്ചപ്പോൾ ഈ മാധ്യമപ്രവർത്തകരാണോ അതോ മാധ്യമ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ വേട്ട ചെയ്യുന്ന ആൾക്കാരാണോ, വേട്ടക്കാരാണോ എന്ന് സംശയിച്ചു പോകും. അവിടെയാണ് അതായത് ഇത് വെള്ളിയാഴ്ച നടന്ന സംഭവമാണ്. ഈ വാക്കുകൾ അവിടെ നിന്ന് സബ് കളക്ടറുടെ പരാമർശമുള്ള ബൈറ്റ് വാർത്തയാകുന്നു. പിറ്റേ ദിവസം ഇത് വീണ്ടും വാർത്തയിലേക്ക് നിറയുമ്പോൾ ഒരേ സമയം ഈ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആകുന്നു, ഒരേപോലെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് ആകുന്നു. അതേ കട്ട് ചെയ്ത് അതേ പോർഷനിൽ, സെക്കൻഡുകൾ പോലും വ്യത്യാസമില്ലാതെ അതേ പോർഷനിൽ ഈ റിപ്പീറ്റ് ചെയ്ത് ചാനലുകൾ കാണിക്കുന്നു, ചർച്ചയാകുന്നു, വിവാദമാകുന്നു. എം എം മണി പൊമ്പളയൊരുമയ്ക്കെതിരെ ഇത്തരം മോശമായ രീതിയിൽ പറയുന്നു എന്ന് പറയുന്നു. സെക്കൻഡുകൾക്കകം, ഒരുപക്ഷെ മിനിറ്റുകൾക്കകം പൊമ്പളയൊരുമയുടെ പേരിൽ ഒരു സമരവും നടക്കുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ശ്രീ ചമക്കാല. അതുകൊണ്ടാണ് അദ്ദേഹം ആ വിധത്തിൽ പറഞ്ഞത്. ശ്രീ ബാസുരേന്ദ്ര ബാബുവിൻ്റെ ആത്മരോഷം യഥാർത്ഥത്തിൽ അംഗീകരിച്ചു കൊടുത്തേ മതിയാവും. കൈരളി പീപ്പിളിൻ്റെ തന്നെ ഒരു വർഷം മുമ്പ്, ഒരു വർഷത്തിന് മുൻപ്, കഴിഞ്ഞ 5 വർഷം UDF സർക്കാർ ഇവിടെ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഇതുപോലെ മാധ്യമങ്ങൾ ഒരേ സമയം കൊണ്ടുവരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നെന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന CD നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് നോക്കിയാൽ മതി. അന്ന് ഈ മാധ്യമങ്ങളെ, മാധ്യമപ്രവർത്തകരെ അങ്ങേയറ്റം പുകഴ്ത്തിയ ആളാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കൂറ് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ആ വാചകങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത്രയും മാത്രമേ വന്നു. പിന്നെ ശ്രീ ബാസുരേന്ദ്രബാബു പറഞ്ഞു ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ചൊക്കെ. ശ്രീ ചെറിയാൻ ഫിലിപ്പ് അങ്ങനെ ഒരു സത്യപ്രസ്താവന നടത്തി, അത് അദ്ദേഹം LDF-ൽ വന്നതിന് ശേഷം, CPM-ൽ വന്നതിന് ശേഷം നടത്തിയതുകൊണ്ട് മാത്രം അത് സത്യപ്രസ്താവനയാകുന്നു എന്ന് ശ്രീ ബാസുരേന്ദ്രബാബു പറയുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് അതിനോട് ഇതുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്നപ്പോൾ തന്നെ തുറന്നു പറഞ്ഞില്ല? അപ്പോൾ അത് വേറൊരു വിഷയമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട വേറൊരു വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. ചാരക്കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലോ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യും. അദ്ദേഹം പരാമർശിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ചെറിയാൻ ഫിലിപ്പിനെ LDF-ൽ വരുമ്പോൾ വാഴ്ത്തപ്പെട്ടവനായി കാണുകയും UDF-ൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ ശത്രുവായി കാണുകയും ചെയ്യുന്നതായിരുന്നു നിലപാടെന്നുള്ളതാണല്ലോ ഇപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ പെൺപിള്ളയെ ഒരു സമരം നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ ബ്രേക്കിംഗ് വാർത്തകൾ വരുന്നത് ചിലപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു, ആരും കാണാതെ പോകുന്ന വിഷയങ്ങൾ ചിലപ്പോൾ വൈകിട്ട് 7 മണി കഴിഞ്ഞോ 8 മണി കഴിഞ്ഞോ ആയിരിക്കാം വാർത്ത പുറത്ത് വരുന്നത്. എല്ലാ ചാനലും ഒരേ സമയത്തല്ലേ വരാറുള്ളത്. സ്വാഭാവികം വാർത്ത കിട്ടുമ്പോൾ അത് പരസ്പരം നിങ്ങളെല്ലാം തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട്, അത് വരാറുണ്ട്, കൊടുക്കാറുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന വാർത്ത എപ്പോൾ വന്നു എന്നുള്ളതല്ല വിഷയം, വാർത്തകളുടെ സത്യാവസ്ഥയാണ് വിഷയം. ഇവിടെ വാർത്തകളെ സംബന്ധിച്ച് ഇപ്പോൾ തർക്കത്തിനൊന്നും പോകണ്ട. ഇത് എങ്ങനെയൊക്കെ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ഇതൊന്നും വലുതായിട്ട് പോട്ടെ. ഒരു മന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? അതിനൊക്കെ അപ്പുറമായിട്ട് അദ്ദേഹം തുടങ്ങിയത് ഈ പറഞ്ഞ പത്രക്കാരെക്കുറിച്ചാണ്, അവസാനിപ്പിച്ചത് പത്രക്കാരെക്കുറിച്ചാണ്. അതിനിടയ്ക്ക് പറഞ്ഞ വാചകം നിങ്ങൾ എഴുതി കാണിക്കുന്നതാണല്ലോ. പെൺപിള്ളയെ ഒരുമൈ സമരം നടന്നു, അന്നും കുടിയും സകല വൃത്തികേടും അവിടെ നടന്നിട്ടുണ്ട്. അവിടെ മനസ്സിലായില്ലേ, ആ വനത്തിൽ അകത്തെ കാട്ടിലായിരുന്നു പണിയൊക്കെ എന്ന് പറയുമ്പോൾ അല്ല, അത് അങ്ങ് വ്യാഖ്യാനിക്കുന്നത് മൊത്തത്തിൽ അങ്ങയുടെ വ്യാഖ്യാനം നന്നായിരിക്കട്ടെ. അത് ഓരോരുത്തർക്കും അവരുടെ ഇതനുസരിച്ച് വ്യാഖ്യാനിക്കാം, കാരണം നാളെ അസംബ്ലി തുടങ്ങുകയാണല്ലോ. പക്ഷേ ഇതിനകത്ത് ആ പറഞ്ഞിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വളരെ അസന്ദിഗ്ധമായി ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകാവുന്ന കമൻസ് ആണോ വന്നിരിക്കുന്നത്? ഇനി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് എന്തെങ്കിലും പരാതി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം അന്നും പ്രതിപക്ഷത്തായിരുന്നല്ലോ, അദ്ദേഹം എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഇത് വളരെ കരുതി കൂട്ടി സ്ത്രീ സമൂഹത്തെ ആക്ഷേപിക്കുവാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. പിന്നെ പെൺപിള്ളെ ഒരുമ സമരത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നു. അവിടെ വന്ന് ഗോമതിയാണ് സമരം നടത്തുന്നതെങ്കിൽ ഗോമതി ഇടയ്ക്ക് പെൺപിള്ളെ ഒരുമയിൽ നിന്ന് പുറത്തുപോയി CPM ചേർന്ന് CPM നിന്ന് വിട്ടിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് പാർട്ടിക്ക് എതിർപ്പുണ്ടാവാം, CPM-ന് എതിർപ്പുണ്ടെന്നുള്ള വസ്തുതയാണ്. അപ്പോൾ അതിനകത്തെ പടലപ്പടക്കങ്ങൾ അത് വേറെ ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷേ ഇവിടെ പൊതുസമൂഹത്തിൽ കേരളത്തിൽ അത്രയും പിന്നെ മുല്ലപ്പൂ സമരത്തിന് എന്നും പേര് പ്രസിദ്ധമായ പെൺപിള്ളെ ഒരുമൈ സമരം, അവരുടെ കൂലിക്ക് വേണ്ടി അവർ തെരുവിലിറങ്ങിയപ്പോൾ അതിനെ നമ്മളെല്ലാവരും ഈ കൈരളി ചാനൽ ഉൾപ്പെടെ എത്രമാത്രം നമ്മൾ അങ്ങേയറ്റം അവരെ പൂഴ്ത്തി പറഞ്ഞവരാണ്. ആയിക്കോട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ ഒരു ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു മന്ത്രി, അതും ആ ജില്ലയിൽ നിന്നുള്ള അവരുടെ വോട്ട് മേടിച്ച് ജയിച്ച ഒരു മന്ത്രി ഇത്തരത്തിൽ താഴ്ന്ന പരാമർശം, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു പരാമർശം നടത്തിയിട്ട് അതിനെ നമ്മൾ പിന്നെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ഒരിക്കലും നിലനിൽക്കില്ല. കേരളീയ സമൂഹം അത് ഉൾക്കൊള്ളില്ല. കേരളീയ സമൂഹത്തിന് ഇപ്പോൾ എല്ലാ ചാനലും ആക്രമിക്കുന്നു, കൈരളി മാത്രമേ ഉള്ളൂ ശരി എന്നൊക്കെ പറഞ്ഞാൽ ആരും വിഡ്ഢികളൊന്നുമല്ല. കൈരളി പീപ്പിൾ മാത്രമാണ് ശരി, ബാക്കി എല്ലാ ചാനലുകളും ഒറ്റക്കെട്ടായി നിന്ന് പറയുന്നതാണ് ശരി. അങ്ങനെയാണ് ശ്രീ ബാസുരേന്ദ്ര ബാബു പറയുന്നത്. അപ്പോൾ പത്രങ്ങളും ചാനലുകളും എല്ലാം തെറ്റാണ്, കൈരളി പീപ്പിൾ മാത്രമാണ് ശരി എന്നുള്ള രീതിയിലേക്ക് ശ്രീ ബാസുരേന്ദ്ര ബാബു എന്നും പറഞ്ഞാൽ കേരളീയ സമൂഹം ഒന്നും ഉൾക്കൊള്ളത്തില്ല. ഇതിനകത്ത് വസ്തുതകളായി കണക്കാക്കാൻ ആവർത്തിച്ച് പറഞ്ഞിട്ട് ശ്രീ ശ്യാമകാല ആ വിധത്തിൽ പറഞ്ഞു വെക്കരുത്. കാരണം ഇവിടെ മാറ്റി
എഡിറ്റ് ചെയ്ത് മാറ്റി വെക്കപ്പെട്ട വാക്കുകൾ കൂട്ടിച്ചേർക്കുക മാത്രമാണ് ചെയ്തത്. നമ്മളിവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു വാക്കുകൾ ആഡ് ചെയ്യുമ്പോൾ താങ്കൾക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമായിരിക്കും അതല്ല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സെന്റൻസിന്റെ സെന്റൻസുകൾ ആ കോണ്ടെക്സ്റ്റ് ഫുൾ കേട്ടാലും എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാകുന്നത് അത്യാവശ്യം പൊതുസമൂഹത്തിൽ ഇടപെടുന്നയാളെന്നല്ല പൊതുപ്രവർത്തനം എനിക്ക് മനസ്സിലാവുന്നത് അവിടുത്തെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെൺപിള്ളയെ ഒരുമായി സമരത്തെ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ എന്ന പരാമർശം മറ്റ് ചാനലുകൾ മാറ്റിവെച്ചു? അതുൾപ്പെടെയല്ലായിരുന്നു ആ സെന്റൻസ്. ഏത് അവിടെ എന്താണോ കോട്ട് ചെയ്യേണ്ടത് അതൊക്കെ മാധ്യമങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവിടെ എന്തൊക്കെ കോട്ട് ചെയ്യണോ അവരതെല്ലാം കോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ഇന്ന് പുറത്തു വിട്ടിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ആ ടെക്സ്റ്റ് പുള്ളിയുടെ പ്രസംഗത്തെ സംബന്ധിച്ചുള്ള ടെക്സ്റ്റ് ഉൾപ്പെടെ വായിച്ചാലും അതിനകത്ത് വളരെ ക്ലിയറാണ്. അവിടെ തുടക്കവും അവസാനവും എവിടെയെന്നുള്ളതല്ല, ഇടയ്ക്ക് എന്ത് പറയുന്നുള്ള ഒരു പ്രാസംഗികൻ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തുടങ്ങുന്നതിനിടയ്ക്ക് വെച്ച് എന്തെല്ലാം ഉപകഥകളും പറഞ്ഞു പോകാറുണ്ട്, സ്വാഭാവികമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നതെല്ലാം അതിനകത്ത് അപ്രസക്തമാണ്. തുടക്കവും ഒടുക്കവും എവിടെയായിരുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാണ് ശ്രീ ഭാസ്കരൻ പറയുന്നത്. അതാണോ ശരി? അപ്പോൾ അവിടെ പെൺപിള്ളയെ ഒരുമേ സമരത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവിടെ അതിൽ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഇത്രയും പറഞ്ഞത് പോരെന്നാണ് പറയുന്നത് സൗമ്യ. അദ്ദേഹം കൂടുതൽ പറയണമെന്നാണ് പറയുന്നത്. അയാൾ എത്രത്തോളം പറഞ്ഞു എന്നുള്ളതല്ല വിഷയം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഉൾപ്പെടെ മനസ്സിലാവും ഇത് വായിച്ചാൽ എന്താണ് മനസ്സിലാകുന്നത്. എല്ലാവരും മലയാളമാണ് സംസാരിക്കുന്നത്, മലയാളികൾ കൂടുതലും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഇത് വായിച്ചാൽ മനസ്സിലാവും ഇതിനകത്ത് എന്താ. ഈ വാചകങ്ങൾ വായിച്ചാൽ മനസ്സിലാകാത്തവരാരും ഇവിടെയില്ല. ഇങ്ങനെ ന്യായീകരിച്ചാലും ഇത് നിലനിൽക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ തിരികെ എത്താം. ശ്രീമതി പരമേശ്വരി, താങ്കൾക്ക് മലയാളം മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. തങ്കത്തമിഴന് അവളവോ പേസ തെരിയാതെ. ഞാൻ അതുകൊണ്ട് മലയാളത്തിൽ ചോദ്യം ചോദിക്കാൻ താങ്കൾ തമിഴിൽ തന്നെ മറുപടി പറയുക. ഇപ്പോഴുള്ള ഈ സമരം, ഗോമതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരം പൊമ്പളയൊഴുമയുടെ സമരമല്ല എന്ന് നേരത്തെ തന്നെ താങ്കളുടെ നേതാക്കൾ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പക്ഷേ ജനങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവരാൻ ഇനി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ശ്രീമതി പരമേശ്വരി? அவர் ஜனங்களுக்கு முன்னால கொண்டு வரனா அது எங்க போனாலும் கோமதி சமரத்திலே தான் இருக்கும். அதை விட்டு வீட்டுல ஒரு வேலை வெட்டி எந்த வேலையும் செய்யறதுக்கா இல்ல. யாரை குறை சொல்லி யாரை எப்படி கவுத்தணும் அப்படின்னு சொல்லி சிச்சுவேஷன்ல தான் அந்த கோமதி அலையுது. அப்ப அந்த சைடு போறவங்க எல்லாம் அவங்க அப்படித்தான் செஞ்சுக்கிட்டு இருப்பாங்க. இப்ப சமீபத்துல கூட இங்கிட்ட தான் இருந்துச்சு. கடைசியில பார்க்கையில அந்த சைடு போய் இப்ப இந்த மாதிரி இருக்கவும் தான் நாங்களே பார்த்தோம் டிவில. இந்த அக்கா இங்க அங்கிட்டு போயிட்டாங்களோ அப்படின்னு சொல்லி. ஆனா இது எங்க போனாலும் கோமதி போற இடம் எந்த இடமே உருப்படாது. போற இடத்துல எல்லாம் கேவலப்பட்டு தான் ஆளுகளவே அனுப்புது. ഒരു പെരിയ പെൺ കൂട്ടായ്മ ആനാ ഇപ്പോ ഗോമതിയും കുറച്ച് ആൾക്കാരും മാത്രമാണ് അവിടെ ഉള്ളത്. പൊമ്പളയൊരുമയിലെ മറ്റുള്ളവരുടെ നിലപാട് എന്താണ് ശ്രീമതി പരമേശ്വരി? நிலவாடுகள்னா என்ன? நிலவாடுனா அவங்க போற வழியில போகணும், ஆளுக அவங்க சொல்றத கேட்கணும் அப்படின்னு சொல்லிதான் கோமதி இவங்க அந்த இதுல ஆட்டம் போட்டுக்கிட்டு இருக்காங்க. நாங்க அவங்க பின்னால போனோம்னா எங்க குடும்ப இதுகளை பார்க்க முடியாது. ഞാൻ തിരികെ എത്താം. ശ്രീ എ സജീവൻ, ഇവിടെ ആരും മണിയുടെ പ്രസംഗങ്ങളെ, നേരത്തെ ആയാൽ തന്നെയും മണിയുടെ പ്രസംഗങ്ങളെ, അദ്ദേഹത്തിന്റെ വാക്കുകളെ ന്യായീകരിക്കുന്നില്ല. ഇന്നലെ പോലും, ഇപ്പോൾ മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, ഇടത് നയം അതല്ല, നിലപാട് അതല്ല എന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെയും നമ്മൾ ഒരു പ്രധാനമായ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മൂന്നാർ കുടിയേറ്റ അല്ലെങ്കിൽ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായി ഇത്തരം വിഷയങ്ങളിലേക്ക്, തുടർച്ചയായ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു രീതിയുമുണ്ട്. ഇവിടെ ഒരുപക്ഷെ അതിനെയൊക്കെയും ചേർത്ത് വായിക്കണോ ഈ ഒരു സംഭവവും? ഒരുപക്ഷെ അത്തരം സംഭവങ്ങളുമായൊക്കെ ബന്ധപ്പെടുത്തി കൂടി ഇതിനൊന്ന് പരിശോധിച്ചാൽ ശ്രീ സജീവൻ. തീർച്ചയായിട്ടും ഇത് പല വിവാദങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതും വിവാദങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് കാണേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ എനിക്ക് മണിയുടെ പ്രസംഗത്തെക്കുറിച്ച് പറയാൻ തോന്നിയതല്ല ഇന്ന് പറയാൻ തോന്നുന്നത്. അത് ഭാസുരേന്ദ്രബാബുവും പറഞ്ഞു. ഇന്നലെ നമ്മളുടെ മുമ്പിൽ കാണുമ്പോൾ ഞാൻ വളരെ രൂക്ഷമായിട്ടാണ് മണിയെ തുറുങ്കിലടയ്ക്കണമെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം വെച്ചാൽ അങ്ങനെ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന 2-3 വാചകങ്ങൾ ഇത് മാത്രമാണ് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചാണ്. പക്ഷേ ഇന്ന് മാറുമ്പോൾ അതിന് പൂർണ്ണമായ ടെക്സ്റ്റ് വരുന്നു. അപ്പോഴും ഞാൻ പറയുന്ന മണി അങ്ങനെ പല പരാമർശങ്ങളും നടത്തി പൂർണ്ണമായിട്ട് അദ്ദേഹം വളരെ സത്യസന്ധമായിട്ടോ അല്ലെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു എന്നുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളിലും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളിൽ സൂചനയുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുറച്ചു കാലമായിട്ട് മൂന്നാറിൽ
ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങൾ, ആ വിവാദങ്ങളുടെ പ്രശ്നത്തിൽ ഓരോ കാര്യവും എടുത്തിടുമ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടാവുന്ന ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. ഇത് കൂട്ടി വായിക്കേണ്ടത് മംഗളം ചാനൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ മന്ത്രിയും ഈ പറയപ്പെട്ട പരാതിക്കാരിയായ സ്ത്രീ എന്ന പേരിൽ വിളിച്ച മാധ്യമപ്രവർത്തകയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ പല ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ആ സ്ത്രീയുടെ സംസാരം പൂർണ്ണമായിട്ടും ഇല്ലാത്ത രൂപത്തിൽ അവതരിപ്പിച്ചാൽ അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ തെറ്റായിട്ട് കണ്ടത്. അങ്ങനെ പാടില്ല എന്നുള്ളതായിരുന്നല്ലോ. അങ്ങനെ ശരിക്കും പാടില്ല. കാരണം ഈ ഒരു സംഭാഷണത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് പൂർണ്ണമായിട്ട് അറിയാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവകാശവും ഇവിടെയുള്ള പ്രേക്ഷകനുണ്ട്, അവിടെ സാധാരണ ജനങ്ങൾക്കുണ്ട്. ആ ജനത്തിൻ്റെ അവകാശത്തെ നിഷേധിച്ചു എന്നുള്ളതായിരുന്നു മംഗളത്തിൻ്റെ തെറ്റായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെയും എന്താണ് മണിയുടെ പ്രസംഗം ഫുൾ ടെക്സ്റ്റ് ഇന്ന് ഇപ്പം പീപ്പിൾ ചാനലിൽ കൊടുത്തതുപോലെ ഫുൾ ടെക്സ്റ്റ് അവതരിപ്പിക്കുക, എന്നിട്ട് പറയുക മണി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനും കേൾക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റും. ഇപ്പം ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നു, ഭാസുരേന്ദ്രരാവ് പറയുന്നു അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു, മുഖ്യമന്ത്രിയുടെയും മറ്റുള്ള ആളുകളുടെ ഒക്കെ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത് ഇത് വെച്ചുകൊണ്ടാണ്. ആർക്കാണത് വെച്ച് ന്യായീകരിക്കാൻ പറ്റുക? അപ്പം തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്കും തെറ്റായിട്ടുള്ള പ്രതികരണങ്ങളിലേക്കും കൊണ്ടുപോകുന്ന രൂപത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളുണ്ടാകുന്നു. നമ്മുടെ ഈ മൂന്നാർ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓരോ കാര്യവും ഇതാണ്. ശരിക്കും ഇവിടെ നിയമം നടപ്പാക്കാൻ ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റും. അവർ പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് പകരം അവർ കൃത്യമായ രൂപത്തിൽ നിയമം നടപ്പാക്കി പോട്ടെ, അതിനാരും എതിരല്ല. പക്ഷേ ഇവിടെ പല ഉദ്യോഗസ്ഥന്മാരും ഇപ്പം നേരത്തെ മണി പറഞ്ഞ പോലെ അല്ലെങ്കിൽ മറ്റു പല ആളുകളും ആരോപിച്ചത് പോലെയോ സുരേഷ് കുമാറിൻ്റെ സമയത്താണെങ്കിലൊക്കെ ഈ വാർത്ത സൃഷ്ടിക്കുക എന്നൊരവസ്ഥയിലേക്ക് ഉദ്യോഗസ്ഥന്മാരും പോയിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും വാർത്ത സൃഷ്ടിക്കലിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത്, ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത് കൃത്യമായിട്ടും അവരിപ്പോൾ നോക്കാം, ഒരു സ്ഥലം കയ്യേറ്റമാണോ കുടിയേറ്റമാണോ എന്നറിയാൻ വേറെ ഒരു പ്രയാസവുമില്ല. അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ സർവേ നമ്പറും റീസർവേ നമ്പറും തണ്ടപ്പേരും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ നോക്കിക്കൊണ്ട് അതിൽ പ്രധാനപ്പെട്ട കയ്യേറ്റങ്ങൾ, ഇവിടെ മണി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു പ്രശ്നം, ഏറ്റവും വലിയവരുടെ കയ്യേറ്റങ്ങൾ ആദ്യം പിടിക്കണം. സ്വാഭാവികമായിട്ട് അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു വീട് വെച്ച് വെക്കാൻ, ഒരു കൂര വെക്കാനോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ വേണ്ടി 5 സെൻറ്റോ 10 സെൻറ്റോ കയ്യേറും ചെയ്തതിന് അവൻ്റെ കാര്യങ്ങൾ പിന്നീട് എടുക്കാവുന്നതാണ്. ആദ്യം മറ്റ് കയ്യേറ്റങ്ങളാണ് എടുക്കേണ്ടത്. വലിയ റിസോർട്ടുകൾ ഉണ്ടാക്കാനും അങ്ങനെയുള്ള വലിയ വലിയ തോട്ടങ്ങൾ കയ്യേറാനും മറ്റും നടത്തുന്ന ആളുകളുടെ പിടിക്കണം. പക്ഷെ അപ്പോഴും അതിൻ്റെ യഥാർത്ഥ രീതിയിലേക്കാണ് പോകേണ്ടത്. പലപ്പോഴും നേരത്തെ മുഖ്യമന്ത്രി ഈ കുരിശിൻ്റെ കാര്യം പറഞ്ഞ പോലെ കുരിശ് സർക്കാരിനൊരു കുരിശാക്കുന്ന രൂപത്തിൽ ഉദ്യോഗസ്ഥന്മാർ പെരുമാറാൻ പാടില്ല. അവർ പക്ഷേ അതേസമയത്ത് അവിടെയുള്ള കുരിശ് നിയമപരമായിട്ട് മാറ്റിക്കണം, ആ കയ്യേറ്റം തീർച്ചയായിട്ടും ഒഴിപ്പിക്കണം. ഇതൊക്കെ ഈ തരത്തിൽ പോയതിന് പകരം മാധ്യമങ്ങളുടെ അതിര് കവിഞ്ഞിട്ടുള്ള ഒരു ഇടപെടൽ പലപ്പോഴും ഉണ്ടാകുന്നത് ഈ വിഷയത്തിൽ മാത്രമല്ല. അത് തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരുപക്ഷെ തുടർച്ചയായി മാധ്യമങ്ങൾ ഈ വിധത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, അത് ഞാൻ സ്വയം വിമർശനാത്മകമായി കൂടി പറയുകയാണ്. കാരണം ഞാനും മാധ്യമപ്രവർത്തക എന്ന ആ ഒരു ഇതിൽ നിൽക്കുന്നതാണ്. ഇപ്പം മംഗളത്തിന്റെ ആ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ തന്നെ ഒരുപക്ഷെ അതിന്റെ തിക്താനുഭവം ഏറ്റുവാങ്ങാൻ വന്ന നിരവധിയായ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം പലപ്പോഴും ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് പോലും ഗസ്റ്റുകളെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്ത പോലും അവസ്ഥ പോലും ഉണ്ടായിരുന്നു അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം. ഒരുപക്ഷെ ഇവിടെ ആവർത്തിച്ച് ഈ വിഷയങ്ങൾ വീണ്ടും വരുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപജയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല വേ എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. പക്ഷേ ഈ വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ അത്തരത്തിലേക്ക് കൂടി ജനങ്ങൾ മാധ്യമങ്ങളെ വിലയിരുത്തുകയില്ലേ? അതിനെക്കുറിച്ച് ശ്രീ ഭാസുരേന്ദ്ര ബാബു. അല്ല, അതിനകത്ത് ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ, മംഗളം ചാനൽ തുടങ്ങിയ ദിവസം ഉണ്ടാക്കിയ സ്റ്റിംഗ് ഓപ്പറേഷൻ, അതിൻ്റെ പതനം എവിടം വരെ എത്തി നിൽക്കുന്നു എന്നും നമുക്കറിയാം. താങ്കളുടെ അനുഭവം തന്നെ പറയുകയുണ്ടായി. അതിനകത്തുനിന്ന് എന്ത് പാഠമാണ് നമ്മൾ പഠിക്കുക? നോക്കൂ, ഇപ്പോൾ ശ്രീ എം മണി മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞു. ഏതുതരം മാധ്യമപ്രവർത്തകരെ? IAS ഓഫീസറുമായി കുടിച്ചു കൂത്താടിയ മാധ്യമപ്രവർത്തകരെ. അതിനുശേഷം ബൊമ്പളെ ഒരുമയുടെ കാലഘട്ടത്തിൽ സജി എന്ന പോലീസ് ഓഫീസറുമായി കാട്ടിനകത്തിരുന്ന് കുടിച്ച് പൂസായ മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞു. ആ മാധ്യമപ്രവർത്തകർ ആരാണ്? ഇനിയിപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകണോ? ഇന്നലെ ഈ കള്ളത്തരം കാണിച്ചവർ തന്നെയാണത്, വേറെന്താ? ഇന്നലെ കള്ളത്തരം കാണിച്ചല്ലോ, രണ്ടായിട്ട് എന്നെയും സജീവനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് മണിക്കെതിരെ പ്രസംഗിപ്പിച്ചല്ലോ. ഞാൻ ചോദിക്കുന്നത്, ആ സാധനം വെട്ടി ഒട്ടിച്ച് ഈ പരുവത്തിൽ അവതരിപ്പിച്ച് പ്രചരിപ്പിച്ച മാധ്യമപ്രവർത്തകരുണ്ടല്ലോ. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഞാനത് കണ്ടു, അത് ശരിയായില്ല മണി പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിക്കട്ടെ, എന്നിട്ട് നിങ്ങളോട് പറയാം. ശരിയായില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി.
ആ അർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കൽ ബിരുദന്മാർ അവരെക്കുറിച്ചാണ് മണി പറഞ്ഞത്. അപ്പോൾ ശരിയാണ് മണി പറഞ്ഞത്. കാര്യം ഇവരുടെ ജോലി ഇതാണ്. ഈ ആളുകളെ സേവ പിടിച്ച് നടക്കുക, സർക്കാരുകളെ മറിക്കുക, മന്ത്രിമാരെ രാവിലെ ഒരു പുറത്തേക്ക് ഇറക്കി വൈകുന്നേരത്തിന് മുമ്പ് രാജിവെപ്പിക്കുക തുടങ്ങി ഈ കളികളുണ്ടല്ലോ. ഇവർ വിചാരിച്ചൊരു വലിയ കുരിശ് കിട്ടും, കുറേ ദിവസത്തേക്ക് 2 ആഴ്ചത്തേക്ക് സുഗമമായി എന്താ പറയുക ഉദരപൂരണം നടത്താൻ കഴിയുന്ന ഒരു കുരിശ് കിട്ടുമെന്ന് വിചാരിച്ചു. മുഖ്യമന്ത്രി ഇടപെട്ടപ്പോൾ കുരിശ് തട്ടിപ്പോയി, കുരിശ് കിട്ടിയില്ല. ഒറ്റ വാചകത്തിൽ അദ്ദേഹം തള്ളിക്കളഞ്ഞു. അതോടെ കുരിശിൻ്റെ മഹിമ പറഞ്ഞ് നടക്കാനൊക്കാതായി. അങ്ങനെ ഒരു മണിയെ പിടിക്കുക, ഇങ്ങനെ ആരെയെങ്കിലും പിടിക്കാൻ നടക്കുമ്പോൾ കിട്ടിയ സാധനമാണ്. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എങ്കിൽ ചാമക്കാല എന്തു പറഞ്ഞാലും പഴയ ISRO ചാരവൃത്തിയുണ്ടല്ലോ. എന്താണ് ആ കേസിനെ സംബന്ധിച്ച് പിന്നീട് നമ്മൾ അറിയാമല്ലോ. നിങ്ങളുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് അതിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ചെറിയാൻ ഫിലിപ്പൊക്കെ പറഞ്ഞത്. ഞാൻ പറയുന്നത് അത്തരം സ്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ടല്ലോ, രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ, ജനങ്ങളുടെ പിന്നണിയിൽ നിന്ന് കൈകോർത്ത് പിടിച്ച് കണ്ണിറുക്കി നടത്തുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ, അതാണ് ഇവിടെ നടന്നത്. അവിടെയാണ് ശ്രീ ചാമക്കാല, അതായത് തുടർച്ചയായി ഈ വിധത്തിൽ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മണിയുടെ ഈ വിഷയം. അല്ല, ശ്രീ ഭാസ്കരേന്ദ്രബാബു ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി മംഗളത്തിൻ്റെ ജീവനക്കാർക്കെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ, ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ മറക്കുന്നൊരു കാര്യമുണ്ട്. സംസ്ഥാനത്തെ ഒരു മന്ത്രിയോട് ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ഉടനെ ഇക്കിളിപ്പെട്ടു പോവുകയും തോന്നുന്നതെല്ലാം പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹം മന്ത്രിയാണെന്നുള്ള കാര്യം മറന്നുപോയി എന്നുള്ള ഭാഗം നമ്മൾ മനഃപൂർവ്വം മറക്കുകയാണ്. അത് നമ്മൾ മറക്കുകയാണ് ഇപ്പോഴും. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയുന്നില്ല. അല്ല, അതുകൊണ്ടാണ് പുറത്ത് പോകേണ്ടി വന്നത്. ഇതിനേക്കാൾ വലിയ തെളിവില്ലാത്തതുകൊണ്ടാണ് പുറത്തു പോകേണ്ടി വന്നത്. രണ്ട് മന്ത്രിമാർ പുറത്തു പോയതും ക്ലിയർ കട്ടായ തെളിവുകളുണ്ടല്ലേ. അപ്പോൾ സ്വാഭാവികമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു പോയി. ആ ഭാഗം നമ്മൾ കാണാതെയും പോകരുത്. അത്തരത്തിൽ പിന്നെ ട്രാപ്പ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ പോലും, അതിന് തെളിവുകൾ ക്ലിയർ നേരിട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ പോരല്ലേ. ഇവിടെ സരിത തന്നെ നേരിട്ട് മാധ്യമങ്ങളിൽ സരിത പറഞ്ഞിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത് ഇതുവരെ? എന്താ നിങ്ങൾ അല്ല, ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടില്ലല്ലോ. അങ്ങ് ഇതൊക്കെ കുറെ സംസാരിച്ചല്ലോ. ഇവിടെ 1 വർഷമായല്ലോ ഈ സർക്കാർ മാറിയിട്ട്. അന്വേഷണവും നടക്കുന്നുണ്ടല്ലോ. എന്ത് തെളിവാണ് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുവരെ ഇതിനെക്കുറിച്ച്? പക്ഷേ ഇവിടെ തിരിച്ച് സംഭവിച്ചോ? ഒരു മന്ത്രി സ്വന്തം ജീവനക്കാരനെ ജോലി വെക്കണമെന്ന് സ്വന്തം ലെറ്റർ പാഡ് എഴുതി കൊടുത്തിരിക്കുന്നു. ഒരു മന്ത്രി ഏതോ ഒരു സ്ത്രീ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്തിൻ്റെ പേരിലായാലും വിളിച്ച സ്ത്രീയോട് കൊഞ്ചി കുഴയാനും പിന്നെ അരുതാത്ത കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ കട്ടായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോയിരിക്കുന്നത്. ഇവിടെ ഈ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് ഇതാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം സർക്കാരിനെ നിലനിർത്തേണ്ടതിന്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരിൽ ഒരാളാണ് ശ്രീ ഭാസ്കരേന്ദ്രബാബു ഉൾപ്പെടെയോ. അവിടെ ഈ വാചകങ്ങൾ കൃത്യമായി വായിച്ചാൽ സ്ത്രീകളെ അപമാനിച്ചിട്ടില്ല എന്ന് ശ്രീ ഭാസ്കരേന്ദ്രബാബു അല്ലാതെ വേറെ ആരും പറയില്ല. സ്ത്രീകളെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വാക്കുകൾ വന്നിരിക്കുന്നു. അവിടെ കാട്ടിനുള്ളിൽ എന്തൊക്കെയാണ് നടന്നതെന്നും മദ്യപാനം കഴിഞ്ഞ് അപ്പുറത്തേക്ക് നടന്നിട്ടുള്ള എന്താണെന്ന് വ്യാഖ്യാനിക്കേണ്ടത് ഞാനോ അങ്ങോ അല്ല. ഇത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ വളരെ ക്ലിയറായി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, ഒരു മന്ത്രിക്കെതിരെ നടപടി വരുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്താലും, പിന്നെ സീസറിൻ്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞ ജസ്റ്റിസ് കമാൽ പാഷയുടെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞ കോട്ട് ചെയ്ത വാചകങ്ങൾ ഇവിടെയും പ്രസക്തമാണ്. അപ്പോൾ വളരെ ക്ലിയർ അല്ലേ ഈ മന്ത്രിയെ സംബന്ധിച്ച്? ഈ പൂർവ്വകാല ചരിത്രവും അദ്ദേഹത്തിൻ്റെ പരിശോധിച്ചാൽ നിരവധികളായ കേസുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ നാക്കിലൂടെ ഉണ്ടായിട്ടുണ്ട്. വളരെ ക്ലിയറായി ആരെ എന്തും പറയാം എന്ന മന്ത്രിയുടെ ഒരു IAS ഓഫീസർക്കെതിരായിട്ട് മണി പറയുന്നത് എന്തൊക്കെയാണ്? നാട്ടു നടപ്പുള്ളതാണോ? അത് ആരൊക്കെ എതിർത്തിരിക്കുന്നത്? ഞങ്ങളാരും അല്ലല്ലോ ഏറ്റവും കൂടുതൽ എതിർത്തിരിക്കുന്നത് CPക്കാരല്ലേ. അപ്പോൾ ഒരു ജൂനിയർ IAS ഓഫീസർ ഉൾപ്പെടെ, ഒരു കളക്ടർ ഉൾപ്പെടെ, ഒരു സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരെ എന്തും പറയുക, പോഴെന്നും പൊട്ടണമെന്നും പറയുക, തലയ്ക്ക് സ്ഥിരതയില്ലാത്തതെന്ന് പറയുക. അപ്പോൾ എന്തും പറയാവുന്ന മണിയുടെ ഏറ്റവും അവസാനത്തെ വീഴ്വാക്കാണിത്. ഇത് കേരള സമൂഹം ശ്രീമതി പരമേശ്വരി, ആവർത്തിച്ച് പലരും പറയുന്നത് മണി ഇങ്ങനെ പെമ്പിളയൊരുമയെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. മണിയുടെ വാക്കുകൾ താങ്കൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. മണി അങ്ങനെ പറഞ്ഞു എന്ന് കരുതുന്നുണ്ടോ? ആ വിധത്തിൽ പെമ്പിളയൊരുമയ്ക്ക് അഭിപ്രായമുണ്ടോ? இல்ல அப்படியெல்லாம் மணி சொல்லல. அவங்க தப்பான வார்த்தைகள் சொல்லலாம். அது மணி அந்த வார்த்தை சொல்லவே இல்லை. இது என்ன கேட்டாலும் சரி, யாரை கேட்டாலும் சரி, அவர் மணி இந்த வார்த்தை சொல்லல. പറയുമ്പോൾ നിങ്ങൾ ആ ഫുൾ ടെക്സ്റ്റ് സ്ക്രീൻ കാണിക്കുമ്പോൾ കാണാം അതിൻ്റെ ബാക്കിൽ എഴുതുന്ന മണിക്ക് അഭിവാദ്യങ്ങൾ. അപ്പോൾ ഈ പരമേശ്വരി CPMലാണോ അതോ പെൺപിള്ളെ ഒരുമയിലാണോ ആദ്യം വ്യക്തമാവട്ടെ. ഞാൻ ശ്രീ എസ് സജീവൻ, ഇവിടെ ഒരുപക്ഷെ ലാസ്റ്റിൽ ശ്രീ ഭാസ്കരേന്ദ്രബാബു പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ തുടർച്ചയായി സർക്കാരിനെതിരായ വിഷയങ്ങളിലേക്ക്
കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ പിന്നിൽ നിൽക്കുന്നത് മാധ്യമങ്ങളാണ്, അത് ഇത്തരത്തിൽ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്താണ് കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉയർന്നു വരുന്ന ആശങ്ക മാധ്യമങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അത് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുകയാണ് ചർച്ച? വളരെ വേഗം. ഇല്ല, മാധ്യമങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത് വാർത്ത സൃഷ്ടിക്കലാണെന്നുള്ളത് നമുക്കറിയാം. പല ഘട്ടങ്ങളിൽ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. നമുക്കറിയാം, ഏറ്റവും ഒടുവിലായിട്ട് മഹിജയുടെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് വന്നപ്പോൾ, ഈ ജിഷ്ണു പ്രണോയുടെ കേസിൽ വന്നപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. മാധ്യമങ്ങളിൽ വരുന്നതനുസരിച്ചും ജനകീയ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസിൽ തീർപ്പ് കൽപ്പിക്കാൻ കോടതികൾക്ക് കഴിയില്ല. ഇവിടെ പലപ്പോഴും നമ്മൾ എടുക്കേണ്ടത്, ഇതിപ്പം മണിയുടെ ഇന്നത്തെ ഫുൾ ടെക്സ്റ്റ് വന്നപ്പോൾ പോലും അതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനെ യഥാർത്ഥ രീതിയിൽ, ഇപ്പം നമ്മുടെ ഇവിടെ സംസാരിച്ച പെമ്പിളരുമയുടെ പ്രതിനിധിയായിട്ടുള്ള സ്ത്രീ പറഞ്ഞിട്ടുള്ള അനുസരിച്ച് മണി അങ്ങനെയൊന്നും കെട്ട വാക്ക് പറയില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മണി എന്ത് പക്ഷേ എന്നാൽ പോലും ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മണിയെപ്പോലുള്ള ആളുകൾ മന്ത്രിയാകുമ്പോൾ, ജനപ്രതിനിധിയാകുമ്പോൾ, സംസാരിക്കുമ്പോൾ പക്വത പാലിക്കേണ്ടതാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇന്നലെ ഇപ്പോൾ കേട്ടതുപോലെ, ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയ പോലെ അതിരൂക്ഷമായ രൂപത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള പരാമർശമല്ല അദ്ദേഹം നടത്തിയതെന്നും ഇന്നത്തെ ഈ ഒരു ഫുൾ ടെക്സ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് വാർത്ത കൊടുക്കാം, അതിന് പൂർണ്ണമായ രൂപം കൊടുത്തിട്ട് വായനക്കാരനോ അല്ലെങ്കിൽ പ്രേക്ഷകനോ എന്താണോ മനസ്സിലാവേണ്ടത് അത് അവർ മനസ്സിലാക്കട്ടെ. അങ്ങനെ അതിനപ്പുറത്തേക്ക് നമ്മൾ അജണ്ട നിശ്ചയിക്കുന്ന ആളുകളോ അജണ്ട നിശ്ചയിക്കുന്നവരുടെ ഉപകരണങ്ങളായിട്ട് മാറുന്നവരായിട്ടോ പോകാൻ പാടില്ല. അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും മാധ്യമങ്ങളെക്കുറിച്ചുള്ള വിശ്വാസ്യത പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇപ്പം ചാമക്കാല വിചാരിക്കേണ്ട, ഞാനിപ്പം വാസുദേന്ദ്രബാബുവിനെ പോലെ ഈ CPM വേണ്ടി പറയുകയാണോ അല്ലെങ്കിൽ LDF വേണ്ടി പറയുകയാണോ വിചാരിക്കേണ്ട. ഇത് UDF കാലത്താണെങ്കിൽ LDF കാലത്താണെങ്കിൽ സമയപരിമിതി കൊണ്ടാണ് വളരെ ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച അതിഥികൾ. ചില മാധ്യമങ്ങൾ അവരുടെ അജണ്ടകൾ നടപ്പാക്കുന്നതിനു വേണ്ടി എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ച ആ പ്രസംഗം, അത് ആ സെന്റൻസ് എഡിറ്റ് ചെയ്യാതെ പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പീപ്പിൾ TV ചെയ്തത്. അതോടുകൂടി അവിടെ പറഞ്ഞത് ചില മാധ്യമങ്ങളെയും ചില IAS ഉദ്യോഗസ്ഥരുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. പെമ്പിളയൊരുമയുടെ സമരം നടക്കുമ്പോഴും ഇതാണ് ഇവിടെ നടന്നത് എന്നാണ് MM മണി പറഞ്ഞത് എന്ന വാക്കുകളിൽ വ്യക്തമാണ്. ഏതായാലും പ്രേക്ഷകർ തീരുമാനിക്കുക. ഇന്നലെ മുഴുവൻ ഈ പഴി കേൾക്കേണ്ടി വന്ന MM മണി യഥാർത്ഥത്തിൽ ആ വിധത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക. വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഒപ്പം ശ്രീ A. സജീവൻ, പെമ്പിളയൊരുമ പ്രവർത്തക ശ്രീമതി പരമേശ്വരി.